നമ്മുടെ വീഡിയോ കണ്ടിട്ട് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ശ്രീകുട്ടി ഞാനും ശ്രീകുട്ടിയെ പോലെ ഇതുപോലൊരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യട്ടെ എന്നുള്ളത്. എന്താണ് ശ്രീകുട്ടിയുടെ അഭിപ്രായം അടുത്ത വീഡിയോയിൽ പറയണേ എന്നുള്ളത്. എനിക്ക് വീഡിയോയിൽ പറയാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ഈ ഷോർട്സിൽ പറയാണ്. വളരെ നല്ല തീരുമാനമാണ്. നമ്മളൊന്നും പിന്നത്തേക്കായിട്ട് മാറ്റി വയ്ക്കരുത്. ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം അപ്പം തന്നെ ചെയ്യാൻ നോക്കുക. ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരിക്കുക. ഇപ്പോഴും സെയിലെല്ലാം, അതിപ്പോൾ ജ്വല്ലറി ആയിക്കോട്ടെ, ക്ലോത്തിങ് ആയിക്കോട്ടെ, എന്ത് തന്നെയായാലും സെയിലെല്ലാം നടക്കുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വഴിയാണ്. മെയിൻലി ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ടോ അത്രയും നമുക്ക് സെയിൽ നടക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എടുക്കുന്ന പ്രോഡക്റ്റ്സുകളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ സെയിലാവുന്നുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഈ ഇത്രയും പ്ലാറ്റ്ഫോംസ് കിടക്കുന്നത് കൊണ്ട് അതിൽ ഓരോരുത്തരും ഞാൻ വീഡിയോസും മറ്റും കാണിക്കുമ്പോൾ അതിൽ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് മെസ്സേജസ് ഇടാറുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് നല്ല ആക്റ്റീവായിട്ടുള്ള, നല്ല റീച്ചുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ റീച്ച് ഇല്ല എങ്കിൽ നമ്മൾ റീച്ച് വരുത്തുക. ഇപ്പോൾ ഒരുപാട് പേര് എങ്ങനെയാണ് റീച്ച് വരുത്തുകയെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റ്സുകൾ മറ്റുള്ള സെലിബ്രിറ്റീസിന് അയച്ചു കൊടുക്കും. അവർ വീഡിയോസ് ചെയ്യുന്നത് വഴി പലരും കാണും. ഇപ്പോൾ നിങ്ങളൊരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു, എനിക്കൊരു പ്രോഡക്റ്റ് അയച്ചു തന്നു, ഞാൻ ആ പ്രോഡക്റ്റ് റീൽസായിട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് കൊളാബ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ഫോളോവേഴ്സ് കണ്ടിട്ട് നിങ്ങളെ കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് റീച്ച് കൂടുന്നത്. അങ്ങനെ കൂടിയാൽ മാത്രമേ, ഞാനിപ്പോൾ എനിക്ക് അയച്ചു തരണമെന്നല്ല ഞാൻ പറഞ്ഞത്, മറ്റുള്ള ആർട്ടിസ്റ്റുകൾ, സെലിബ്രിറ്റീസ് അങ്ങനെയുള്ളവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവർ ചെയ്യുന്ന വീഡിയോസ് വഴി നിങ്ങൾക്ക് റീച്ച് കിട്ടും. അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലും സെയിൽ കിട്ടുന്നത്. അടുത്തൊരു പ്രധാന കാര്യം, തുണികളൊക്കെ നമ്മൾ എവിടെ നിന്ന് എടുക്കും? പല സ്ഥലങ്ങളിൽ നമുക്ക് എടുക്കാം. ബാംഗ്ലൂരിൽ നിന്ന് എടുക്കാം, ജയ്പൂരിൽ നിന്ന് എടുക്കാം, ഈവൻ എറണാകുളത്ത് നിന്ന് എടുക്കാം. നമുക്കങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് എടുക്കാം. ഓരോന്നിനും ഓരോ ക്വാളിറ്റിയാണ്. ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടൊക്കെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരെണ്ണത്തിന് ഇറങ്ങിത്തിരിച്ചാൽ നമുക്ക് എല്ലാം വന്നു ചേരും. ഇതൊന്നും അറിയാമായിട്ടല്ല ഞാനിതൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോൾ പല കാര്യങ്ങളും ഞാൻ പഠിച്ചു. പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് എവിടെയൊക്കെ ക്ലോത്തിങ് എങ്ങനെയൊക്കെ ഉണ്ട്, മെറ്റീരിയൽ എങ്ങനെയാണ്, വില എങ്ങനെയാണ്, എവിടെ ചെന്നാൽ എങ്ങനെ കിട്ടും, അങ്ങനെ ഇങ്ങനെ എല്ലാം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കും. അപ്പം അങ്ങനെയൊക്കെ തുടങ്ങാനിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തുടങ്ങിക്കോളൂ കേട്ടോ.